FCRA നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം CPIM അടക്കമുള്ള ഇടതു മുന്നണി പാർട്ടികൾ ശക്തമായ പ്രതിഷേധം തീർത്ത് രംഗത്തുണ്ട്. ഇതാ BJPക്കെതിരെ പരോക്ഷ വിമർശനവുമായി മാർ റെമിഞ്ചിയോസ് ഇഞ്ചാനിയാനിയേൽ. FCRA വിഷയത്തിൽ ആരുടെയും മുമ്പിൽ തലകുലിക്കില്ലെന്ന് ഇഞ്ചനാനിയേൽ പറയുന്നു. വിദേശ സഹായ നിയന്ത്രണ നിയമ ഭേദഗതിയിൽ ഗവൺമെന്റുമായി ചർച്ചകൾ നടക്കുന്നുവെന്നും സഭയെ പീഡിപ്പിക്കുന്നവർ തളർന്നു പോകുമെന്നും മാർ റെമിഞ്ചിയോസ് പറഞ്ഞു. FCRA സംബന്ധിച്ചുള്ളത് ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്ന് നമുക്കറിയാം. നമുക്ക് അത് പ്രത്യാശയാണ്. നമുക്ക് സങ്കടങ്ങളും പീഡനങ്ങളും നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഏറെ പ്രത്യേകിച്ച് സഭ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ ഒറ്റുകൊടുത്തിട്ടുണ്ട്. ആരാണ് തളരുക? സഭയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തളർന്നു പോകുക തന്നെ ചെയ്യും. അവരില്ലാതെയാകും. സഭ എന്നും തല ഉയർത്തി നിൽക്കും. അതുമാത്രമേ ഇതേക്കുറിച്ച് പറയാൻ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി മേഘാ മാധവൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മേഘ, രാജ്യത്ത് 2% മാത്രമുള്ള വളരെ ചെറിയൊരു മൈനോറിറ്റിയാണ്. പക്ഷേ സാമൂഹിക സേവന പ്രവർത്തികളിൽ ഏതാണ്ട് 50%-ലധികം രാജ്യത്ത് ഇപ്പോഴും നടത്തുന്ന ക്രൈസ്തവ സമൂഹമാണ്. ആ സഭയെ കൂച്ചുവിലങ്ങിടുവാനുള്ള ലക്ഷ്യം വെച്ചുള്ള BJPയുടെ നീക്കം, ഇതാ എന്താണ് പിതാവ് പറയുന്നത്? അജിൻഷാദ്, കോഴിക്കോട് അശോകപുരം ഉണ്ണിമിശിഹ പള്ളിയിൽ ഇന്ന് രാവിലെ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലാണ് ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പല വെല്ലുവിളികളും സമൂഹം നേരിടുന്ന കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഒരു തരത്തിലും നിരാശപ്പെടേണ്ടതില്ല, സഹനങ്ങൾക്ക് മുമ്പിൽ തളരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. സഹനങ്ങൾക്ക് മുമ്പിൽ തളരാതെയാണ് സഭ ശക്തിയാർജിച്ചത്. ഈ ഭാരതത്തിൽ നമ്മൾ ഇനിയും സുവിശേഷം പ്രസംഗിക്കും, ആരുടെയും മുൻപിൽ തലകുലിക്കില്ല, ധീരതയോടെ സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിശ്വാസികളോട് സംസാരിച്ചത്. അതേ പിന്നാലെയാണ് മാധ്യമങ്ങൾ ഈ ചോദ്യം, അതായത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് FCRAയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏത് രീതിയിലാണ് എന്ന ചോദ്യം ഉയർന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അത് പരോക്ഷമായി തന്നെ അദ്ദേഹം വിമർശിക്കുകയായിരുന്നു കേന്ദ്രത്തെ. ചർച്ചകൾ പുരോഗമിക്കുന്നു, അനുകൂലമായ നിലപാട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്നത് സഭ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഭയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തളർന്നു പോകും. സഭ എന്നും തല ഉയർത്തി നിൽക്കും. ആരാണോ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്കാണ് ഉണ്ടാവുക. അവർ ഇല്ലാതാവുകയും സഭ തല ഉയർത്തി നിൽക്കുന്ന സാഹചര്യവും ഉണ്ടാകും. പീഡനങ്ങൾ വിവിധ തരത്തിൽ നമുക്കുണ്ട്. അതുമാത്രമാണ് ഈ FCRAയുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ളത് എന്നതാണ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ അദ്ദേഹം കൃത്യമായി പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും FCRAയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തന്നെയാണ് സഭയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തളർന്നു പോകും, അവർ ഇല്ലാതാകും എന്ന മറുപടി പറയുന്നത്. അത് കൃത്യമായി കേന്ദ്രത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ്, BJPക്കെതിരെയുള്ള മറുപടിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അജിൻഷാദ്.